കാടും കോടയും മഴയും വൈദ്യുതി മുടക്കവും കണക്കില്ലാത്ത പ്രതിബന്ധങ്ങളെ മറികടന്നാണ് മലയോര പ്രദേശങ്ങളിലെ അധ്യാപകർ ജനസംഖ്യ കണക്കെടുക്കുന്നത്. കൊട്ടിയൂർ പഞ്ചായത്തിലെ വെങ്ങലോടി, പാലുകാച്ചി, ചപ്പുമല, കൂനമ്പള്ള എന്നീ മേഖലകളിൽ ജീവൻ കയ്യിൽ പിടിച്ചു വേണം സെൻസസ് എന്ന കടമ്പ കടക്കാൻ. ഉത്തരവ് പ്രകാരം 4 മണിക്ക് ശേഷമുള്ള ഡ്യൂട്ടി, കോരിച്ചൊരിയുന്ന മഴയും വാഹനയോഗ്യമല്ലാത്ത റോഡുകളും വന്യമൃഗ ശല്യവും ഈ ജനസംഖ്യ കണക്കെടുപ്പിന് പ്രതികൂലമായി ബാധിക്കുന്നവയാണ്. ഒറ്റയ്ക്കൊന്ന് എത്തിപ്പെടാൻ പോലും സാധിക്കാത്ത കൂനമ്പള്ള മേഖലയിൽ ഡ്യൂട്ടിക്കെത്തിയ പ്രീതി ടീച്ചർ ട്രൂത്ത് വിഷനോട് പ്രതികരിക്കുന്നു. ഞാൻ NSS UP സ്കൂളിലെ ടീച്ചറാണ്. സെൻസസിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിയതാണ്. ഇവിടെ എനിക്ക് കിട്ടിയ ഭാഗം കൂനമ്പള്ള എന്ന് പറയുന്ന സ്ഥലമാണ്. ഇത് കൊട്ടിയൂർ പഞ്ചായത്തിലെ 14-ാം വാർഡാണ്. ഇവിടെ ഒന്ന് എത്തിപ്പെടാൻ വളരെ പ്രയാസമാണ്. വളരെ ഉയർന്ന ഒരു മേഖലയാണ്. കാണുമ്പോൾ തന്നെ അറിയാം. ഇപ്പം തന്നെ കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒന്നും കാണുന്നുമില്ല. ഇപ്പോൾ നമ്മൾ ആ ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെയാണ് കയറി വരുന്നത്. ഒരു വണ്ടി കഷ്ടി പോകുന്നു. എതിരെ വണ്ടി വന്നാൽ നമുക്ക് സൈഡ് കൊടുത്ത് പോകാൻ പോലും പറ്റില്ല. അപ്പോൾ ഒരു മീറ്ററിനുള്ളതുകൊണ്ട് നമ്മളെ വഴി കാണിച്ച് നമ്മളിവിടം വരെ എത്തി. കുറേ വീടുകളുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മളിതുവരെ രാവിലെ ഒരു 8 മണിയായപ്പോൾ ഇറങ്ങിയതാണ്. ഇതുവരെ ഇപ്പോൾ ഈ 12-1 മണി സമയമായി. എപ്പോഴാണ് ഒരു 7-8 വീടുകളായതേ ഉള്ളൂ. നമുക്കിവിടെ നിന്ന് ഈ തിരിച്ച് താഴേക്കൊരു ഒരു വഴിയേ ഉള്ളൂ. തിരിച്ച് അതിലേ അങ്ങനെ ഇറങ്ങി പോവുകയും വേണം. നമ്മൾ ഒരു തവണ വന്നാൽ പോരാ. നമ്മൾ ഇന്നത്തെ 1-ാം തീയതി ജൂലൈ 1-ന് നമ്മൾ നമ്പർ ഇട്ട് പോവുക എന്നുള്ളതാണ്. 3 ദിവസത്തേക്കാണ് അതിന് സമയം തന്നിരിക്കുന്നത്. ഇന്ന് കളക്ടർ അവധി പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ നമുക്കിന്ന് പകൽ ഇറങ്ങാൻ പറ്റി. 4 മണിക്ക് ശേഷമാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് സെൻസസ് കാര്യങ്ങൾ. ഞാൻ ടീച്ചറിൻ്റെ ഹസ്ബൻഡാണ്. അതായത് ടീച്ചർക്ക് ഒറ്റയ്ക്ക് ഇവിടെ വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ടീച്ചറിൻ്റെ കൂടെ ഞാൻ വന്നതാണ്. അതായത് ഒരു പരിചയമില്ലാത്ത ആൾക്കാർക്ക് ഒരു സ്വന്തമായിട്ട് ഇവിടെ കയറി വന്ന്, പ്രത്യേകിച്ച് ലേഡീസിന്, പുരുഷന്മാരാണെങ്കിൽ പോലും തന്നെ ഒരു ചെറിയ വാഹനം കൊണ്ടൊന്നും ഇവിടെ കയറി വരാൻ പറ്റില്ല. അപ്പോൾ സ്വന്തമായിട്ട് വാഹനം ഉള്ളതുകൊണ്ടും ഒക്കെയാണ് എനിക്ക് കൂടെ വരാൻ, ഞാൻ സ്ഥലത്തുണ്ടായിരുന്നുകൊണ്ട് എനിക്ക് കൂടെ വരാൻ പറ്റി. ഇപ്പം ഡ്യൂട്ടി കൊടുത്തിരിക്കുന്നത് ഇത്രയും ഉയർന്ന സ്ഥലത്തും ഒറ്റ വണ്ടി വരാൻ പറ്റുന്ന സ്ഥലവുമാണ്. അത് നോർമൽ അവസ്ഥയിൽ, അതായത് പകല് വന്നിട്ട് പോലും ഞങ്ങൾക്ക് വളരെ ദുസ്സഹമാണ്. ഇവിടുത്തെ ഇരുണ്ട് മൂടിയ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ മഞ്ഞ് മൂടിയതും ഇരുട്ടുമൊക്കെയാണ്. പിന്നെ ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത് 4 മണിക്ക് ശേഷം എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ 4 മണിക്ക് ശേഷം പകല് പറ്റാത്തത് 4 മണിക്ക് ശേഷം ഞങ്ങൾ എങ്ങനെ ചെയ്യും എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അതും 1 മാസത്തിനുള്ളിൽ തീർക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 1 മാസത്തിനുള്ളിൽ തീർക്കാൻ, ഈ 1 മാസം അധ്യാപകർ സ്കൂൾ വിട്ട് നിന്ന് കഴിഞ്ഞാൽ പിള്ളേരെ പഠിപ്പിക്കാൻ ഇവർക്ക് ഇവരുടെ പോർഷൻസ് തീർക്കാൻ പറ്റില്ല. അവസാനം ഇവർ ഓടിപ്പടച്ച് തീർക്കേണ്ട അവസ്ഥയായിപ്പോൾ. അപ്പോൾ പിള്ളേരുടെ ഭാവിയും ഇത് ബുദ്ധിമുട്ടാകുന്ന ഒരവസ്ഥയിലേക്കാണുള്ളത്. ഒന്നെങ്കിൽ ഇവരെ ഒഴിവാക്കിയിട്ട് ഇത് വേറെ ആർക്കെങ്കിലും ഈ ഡ്യൂട്ടി കൊടുക്കലായിരുന്നു ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പോൾ കിട്ടിയതിപ്പോൾ കംപ്ലീറ്റ് ആക്കാതിരിക്കാൻ പറ്റുമോ ഇല്ലെന്ന് അറിയത്തില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ.